എബി ഷീബ ദമ്പതികൾ. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ എബിക്ക് വിദേശത്ത് പോകേണ്ടി വന്നു. ഭർത്താവിന് ഏകദേശം താല്പര്യമില്ല. എന്നിട്ട് ഇവള് ബാംഗ്ലൂരിൽ ട്യൂട്ടറായി പോയി. 1 വർഷം കഴിഞ്ഞ് കെട്ടി നാട്ടിൽ വന്നിട്ട് ഇവർക്ക് വരാൻ താല്പര്യമില്ല. ഒത്തിരി ബഹളം വെച്ചിട്ടാണ് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ഒരുമിച്ച് പോകത്തില്ല, ഒരുമിച്ച് സംസാരിക്കത്തില്ല. ഇവളുടെ ഒരു മുറിയിൽ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. രാത്രി 12 സമയത്ത് എബി ഇവളുടെ മുറിയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ വാങ്ങി നോക്കിയപ്പോഴേ 12 മണി മുതൽ 1 മണി വരെ ഇതാണ്ട് 26 പ്രണയ മെസ്സേജുകൾ ഇവളെ പഠിപ്പിക്കുന്ന ഒരു കാമുക വിദ്യാർത്ഥിക്ക് അയച്ചിരിക്കുകയാണ്. അത് പലതും പരസ്യമായിട്ട് പറയാൻ പറ്റും. എന്തിരുന്നൊരു ഞാൻ പറയുന്ന സന്ധ്യാനമസ്കാരം താമസിച്ചാൽ വണ്ടിയെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. ബാക്കി പള്ളിയിൽ പോയി നടത്തി. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഒരു 10 മിനിറ്റെങ്കിലും കുടുംബ പ്രാർത്ഥന വേണം. മറ്റൊരു കാര്യത്തിനും അതിന്റെ ടൈം മാറ്റരുത്. വത്സല്യമുള്ളവരെ, യേശുവിന്റെ കൂടെ വസിക്കാൻ നമുക്ക് പിതാക്കന്മാർ നിശ്ചയിച്ചിട്ടുള്ള അനേക കർമ്മമാർഗങ്ങളുണ്ട്. കൗതാശികമായ ജീവിത അനുഭവമുണ്ട്. അതൊന്നും നിസ്സാരപ്പെട്ട കാര്യമല്ല. വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിന് തൊട്ടു മുൻപ് 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരധ്യായം മാത്രമുള്ള ഒരു ലേഖനമുണ്ട്. അതേതാണ് ലേഖനം? യൂദായുടെ ലേഖനം. ഒരാള് ബിലയാം, ഒരാള് കായേൻ. അതിൽ ബിലയാമിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് വിശദമായിട്ട്. മോവാബ് സമഭൂമിയിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ വാളുമായി നിന്നു. വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊല്ലപ്പെടുമാറാണമേ. അങ്ങേ ദീർഘദർശിമാർ മോശയുടെ വടിയുടെ രഹസ്യം നിന്നെ ചിത്രീകരിച്ചു. ഇസ്രായേലിലെ പാളയമധ്യത്തിൽ നാട്ടപ്പെട്ടപ്പോൾ രക്ഷാന്മാർ ശിൽബായെ രൂപപ്പെടുത്തി. കണ്ടാൽ ഇപ്പോൾ നിന്റെ പരിശുദ്ധ സഭ പരിശുദ്ധ പുരുഷൻ തൊട്ടിയുടെ മധ്യത്തിൽ ജീവൻ നൽകുന്നതായ അതിന്റെ സ്ലീബായ അതിന്റെ മക്കളുടെ കാവിന് വേണ്ടി സംവത്സരത്തിന്റെ അനുഗ്രഹത്തിനും ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സകല ഉപദ്രവങ്ങളിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ശിക്ഷയിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും കടന്നു പോകുന്നതിന് വേണ്ടിയും ആഘോഷിക്കുന്നു. തന്നിമിത്തം ഞങ്ങൾ തന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാണമേ. വൃത്തിമുറിക്കും ശത്രുക്കളെ തിന്നാൻ ഞങ്ങൾ ദോഷങ്ങളെ മെതിക്കും നിന്നാമത്തിൽ പിത്തള സർപ്പത്തെ ചെയ്യുന്നു. രോഗാശം തേടുന്നു കരുണാസമ്പന്നനാഥ പ്രാർത്ഥിച്ചറിയുന്നു. നീതി സൂര്യന്റെ വരവിനായി കാത്തു നിൽക്കുന്നവർ, ഈ സ്റ്റേറ്റിലേക്ക് നോക്കി കഴിയുന്നവർ, ഇതാണ് വിശ്വാസിയുടെ സമൂഹം.
ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 9 വാതിലുകളും നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പണിതതാണ്. ഇന്ന് ഈ 9 വാതിലുകളും പല വിധത്തിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് പണിതില്ലെങ്കിൽ നാം അകപ്പെട്ടിരിക്കുന്ന അനർത്ഥം കണ്ടിട്ടില്ല. ഒരിക്കലും സമാധാനം തരാത്തൊരു സ്ത്രീയാണ്. അവളെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ട്. കറ്റിച്ച് പിടിച്ച് ഞാൻ നിന്ന് 1 വർഷം, പിന്നെ ജീവിക്കാൻ ഒക്കാത്തൊരവസ്ഥ വന്നു. ഫാദറെ, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തു. വിവാഹമോചനം നേടിക്കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, ഇനി നീ പണി വേണ്ട, ഈ കല്യാണം എന്നുള്ള പണി വേണ്ട, എന്തിനാ ചുമ്മാ നീ ബന്ധപ്പാടിനൊക്കെ പോകുന്നത്, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഞാൻ ഇനി ജീവിക്കാൻ. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ ഉടനെ എന്റെ കൂട്ടുകാരന് ഒരാലോചനയുമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു, വേണ്ട പണ്ടൊന്ന് അനുഭവിച്ചതാ, ഇനിയും എനിക്ക് ഈ സംഗതി വേണ്ട എന്ന് പറഞ്ഞു. ഇല്ല, കൂട്ടുകാരന്റെ നിർബന്ധം കൊണ്ട് ഒടുവില് ഞാൻ ആ കൊച്ചിനെ പോയി കണ്ടു. ഒടുവില് ഏകദേശമൊക്കെ കൊള്ളാമെന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ആദ്യം സംഭവിച്ചുകൊണ്ട് പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മുടെ പഴയ പഞ്ചാംഗത്തിലൊക്കെ ഡിസംബർ 21 മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ എന്ന് കാണാം. ഓർമ്മപ്പെരുന്നാളെന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തും. ഭാരതത്തിലെ രീതിയാണെങ്കിൽ ശ്രാദ്ധം എന്നാണ് പറയുക. അത് ഗ്രാമ്യവൽക്കരിക്കപ്പെട്ടതാണ് ചാത്തം എന്ന് ആയത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബ തലവൻ്റെ ദേശീയ സഭയുടെ നേതാവിൻ്റെ ശ്രാദ്ധമാണ്. അദ്ദേഹം സമാധി അടഞ്ഞതിൻ്റെ അനുസ്മരണം. സ്വർഗരാജ്യ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ, സർവചരാചര പാലകനെ, സുതനെ ഭൂവിലയച്ചവനെ, സുരവര സംഹിത നായകനെ, സ്വജനത്തിനു വരദായകനെ, ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. പാദോത്ഭവനേ ജീവദനാം നാഥ, ജനകാത്മജ